ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നു. ഫസ്റ്റ് ട്രമസ്റ്റർ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ട്രമസ്റ്ററിൽ കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ നമ്മുടെ ആദ്യത്തെ വീഡിയോകളാണ്. സോ സബ്സ്ക്രൈബേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ട്രമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസിയൊക്കെ അറിഞ്ഞ് ഒരു എന്താ പറയുക പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ പ്രഗ്നൻസി കിട്ടിയതിൻ്റെ സന്തോഷം വളരെയധികം ഉള്ളൊരു മാസമാണെങ്കിൽ ഒരു ട്രമസ്റ്റർ ആണെങ്കിലും ആ ട്രമസ്റ്ററിൽ നമ്മൾക്ക് വളരെ ശാരീരികമായിട്ടൊരമ്മ വളരെ ശാരീരികമായിട്ട് ഹോർമോൺ ചേഞ്ചസും പെട്ടെന്നുള്ള പ്രഗ്നൻസിൻ്റെ പരമായിട്ട് വരുന്ന നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ്, ഛർദി, അങ്ങനെ വളരെ ആദ്യത്തെ 3 മാസം ഭയങ്കരമായിട്ട് ഒരു പ്രഗ്നൻസി ആയി കിട്ടിയവർ ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷേ നമുക്ക് ഈ സെക്കൻഡ് ട്രമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ട്രമസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ട്രമസ്റ്റർ എപ്പോഴും നമുക്ക് സുഖകരമായ ഒരു എൻജോയ് ചെയ്യാനുള്ളൊരു പീരീഡാണ്. ഗോൾഡൻ ടൈം എന്നൊക്കെയാണ് ഈ സെക്കൻഡ് ട്രമസ്റ്ററിനെ പറയുന്നത്. ഈ തേർഡ് ട്രമസ്റ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഈ സെക്കൻഡ് ട്രമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ ആ ഒരു ടൈമിൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാനും അതൊരു ഗോൾഡൻ പീരീഡ് ആയിട്ടാണ് നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്കൻഡ് ട്രമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ആദ്യത്തെ 13 ആഴ്ച തൊട്ടിട്ട് 26 ആഴ്ച വരെയുള്ള സമയത്തെയാണ് നമ്മൾ സെക്കൻഡ് ട്രമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾക്ക് കുഞ്ഞിലുണ്ടാകുന്നതും അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് രണ്ടായിട്ട് നോക്കാം. ആദ്യം നമുക്ക് അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. അമ്മയിൽ നമ്മൾ കാണാറുള്ളതാണ് ഈ ഫസ്റ്റ് ട്രമസ്റ്ററിൽ ഭയങ്കരമായിട്ട് ഛർദി കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നമുക്കറിയാം. സെക്കൻഡ് ട്രമസ്റ്റർ ആകുമ്പോഴത്തേക്കും അവരുടെ ഛർദി പോലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഛർദി, മണങ്ങളോടുള്ള പ്രോബ്ലംസ്, ഫുഡിനോടുള്ള പ്രോബ്ലംസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് സെക്കൻഡ് ട്രമസ്റ്റർ ആകുന്നതോട് കൂടി അതൊരു നമുക്ക് പൂർണ്ണമായി നമുക്കത് പോയെന്ന് തന്നെ പറയാവുന്നൊരു രീതിയിലേക്ക് വരും. എങ്കിൽ ചിലർക്ക് സ്റ്റിൽ എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡിങ് ആണ്. ചിലർക്ക് ഛർദിയും കാര്യങ്ങളും എല്ലാം സെക്കൻഡ് ട്രമസ്റ്ററിൻ്റെ പകുതിയാകുമ്പോൾ, അതായത് ഒരു 15 ആഴ്ചയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 16-17 ആഴ്ചയിലായിരിക്കും അവർക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറുന്നത്. ചിലർക്ക് പ്രഗ്നൻസി ത്രൂ ഛർദിയും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു 60% അല്ലെങ്കിൽ ഒരു 70% സ്ത്രീകളിലും ആദ്യത്തെ സെമസ്റ്റർ, അതായത് ആദ്യത്തെ ഒരു 12 ആഴ്ചയ്ക്ക് ശേഷം 13 ആഴ്ച തൊട്ടിട്ട് ആളുടെ ബോഡിയിൽ ഛർദിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും നമ്മൾ കണ്ടുവരുന്നത്. സോ അത് നമ്മൾക്ക് ഏറ്റവും വലിയൊരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു സമാധാനമാണ് നമ്മുടെ സെക്കൻഡ് ട്രമസ്റ്ററിൽ ഉണ്ടാകുന്നത്. പിന്നെ സെക്കൻഡ് ട്രമസ്റ്ററിൽ അമ്മയിൽ നമുക്ക് നന്നായിട്ട് വെയിറ്റ് കൂടും. കാരണം അതുപോലെ നമ്മുടെ സെക്കൻഡ് ട്രമസ്റ്ററിലായിരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അതായത് നമ്മൾക്ക് വയറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നമ്മുടെ സെക്കൻഡ് ട്രമസ്റ്ററിലായിരിക്കും. സോ ഈ ടൈമിൽ നമ്മുടെ വയറും കാര്യങ്ങളൊക്കെ വലുതാകുന്നു, നമ്മുടെ ഓവറോൾ എല്ലാം പ്രഗ്നൻസി റിലേറ്റഡ് ഡെവലപ്പ് ആകുന്നത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ കാൽസ്യം, നമ്മൾക്ക് നമ്മുടെ കുഞ്ഞിനുമുള്ള കാൽസ്യം നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മൾ കാൽസ്യമുള്ള ഇലക്കറികൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഫുഡിലേക്ക് എടുക്കാൻ ശ്രമിക്കണം. അപ്പോഴായിരിക്കും നമ്മൾക്ക് നമ്മുടെ കുഞ്ഞിനും വേണ്ട രീതിയിലുള്ള കാൽസ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഈ ഒരു ട്രമസ്റ്ററിൽ നമ്മൾ കാൽസ്യം ടാബ്ലറ്റ് ഒക്കെ കൂടുതലായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ നമ്മൾ കാൽസ്യം ടാബ്ലറ്റൊക്കെ തരും. അല്ലാതെ നമ്മൾ കാൽസ്യം അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ വേണ്ടി നോക്കണം. നമ്മൾ നമ്മുടെ ഷോർട്സിൽ ഇടാറുണ്ട് ഏതൊക്കെ ഫുഡാണ് ഏതൊക്കെ ടൈമിലാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇന്ന വീക്സിൽ നിങ്ങൾക്ക് ഏത് ഫുഡാണ് എടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലകത്ത് ഷോർട്സിലുണ്ടായിരിക്കും. സോ നിങ്ങൾ ആ ഷോർട്സ് ത്രൂ പോയാൽ മതി ഫുഡിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് അമ്മയിലുണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ് ബ്രസ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രമസ്റ്ററിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഫസ്റ്റ് ട്രമസ്റ്ററിനെ അപേക്ഷിച്ച് സെക്കൻഡ് ട്രമസ്റ്റർ വരുമ്പോഴത്തേക്കും ബ്രസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നിപ്പിൾ ഏരിയയിൽ ആ ഒരു എന്താ പറയുക പെയിൻ കൂടുക, അതുപോലെ തന്നെ ചുറ്റുമുള്ള ഡാർക്ക് കളർ കുറച്ചും കൂടി ഡാർക്ക് ആവുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾക്ക് കണ്ടുവരുന്നത് ഈ സെക്കൻഡ് ട്രമസ്റ്ററിലായിരിക്കും കൂടുതലായിട്ടും. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ട്രമസ്റ്ററിനെ വെച്ചിട്ട് സെക്കൻഡ് ട്രമസ്റ്ററിൽ കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ വയറ് വലുതാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിൻ ടെൻഡൻസി കൂടുതലായിരിക്കും. നമ്മൾ ഫസ്റ്റ് ട്രമസ്റ്ററിൽ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. പക്ഷേ അതിനെ അപേക്ഷിച്ച് അതായത് വയറ് നമ്മുടെ വലുതാകുന്നത് കൊണ്ട് നമ്മുടെ ബ്ലാഡറിലേക്ക് പ്രഷർ പോകുന്നത് കൊണ്ട് നമുക്ക് യൂറിൻ ടെൻഡൻസി കുറച്ചും കൂടെ കൂടുതലായിരിക്കും നമ്മുടെ ഈ സെക്കൻഡ് ട്രമസ്റ്ററിൽ വരുന്നത്.
അതുപോലെ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മുടെ വയറ് വലുതാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വയറ്റിൽ സ്ട്രെച്ച് മാർക്കേഴ്സ് വരിക, അതുപോലെ നമ്മുടെ ആ പുക്കിളിൻ്റെ ആ ഒരു ഏരിയ നമ്മുടെ വയറ് രണ്ടായിട്ട് വീതിക്കുന്നത് പോലെ അവിടെ നമുക്ക് ഒരു കളർ ചേഞ്ചസ്, ഒരു വര പോലെ കളർ ചേഞ്ചസ് നമ്മുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. പിന്നീട് അമ്മയിൽ കാണുന്ന മെയിൻ ഇതാണ് നമ്മളൊരു സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് കളർ കുറയുക, അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും പാടുകൾ വരിക, കഴുത്തിൽ കറുത്ത നിറം വരിക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അമ്മയിൽ കാണാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബാക്ക് പെയിന്, ജോയിൻസിലുണ്ടാകുന്ന പെയിന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പെയിൻ എന്നൊക്കെ പറയാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ മാത്രമായിരിക്കും അമ്മയ്ക്ക് വരുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിനെയും നമ്മുടെ തേർഡ് ട്രൈമസ്റ്ററിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സമയം പ്രഗ്നൻസി ലേഡീസിന് സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിരിക്കും. ഇതാണ് നമ്മൾ മെയിനായിട്ടും അമ്മയിൽ കണ്ടുവരുന്ന ചേഞ്ചസ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബേബിയിലുണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബേബിയിലുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചാനലിൽ അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പോയി കണ്ടോളൂ. കാരണം ഇതിന് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ അപേക്ഷിച്ച് സെക്കൻഡ് ട്രൈമസ്റ്റർ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എങ്ങനെയാണ് ബേബിക്ക് ചേഞ്ചസ് എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും നമുക്ക് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ നമ്മുടെ ബേബിക്ക് വേണ്ടി എന്ത് സഹിക്കാൻ തയ്യാറായിരിക്കും. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബേബീനെ പറ്റി അറിയാനായിരിക്കും. സോ നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മുടെ ബേബിയുടെ 13 ആഴ്ചയിൽ ബേബിക്ക് 5 ഇഞ്ച് നീളവും നമ്മൾക്ക് വെയിറ്റ് വരുന്നത് 500 ഗ്രാമും ആയിരിക്കും. എന്നാൽ നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ അവസാനം ഒരു 26-27 വീക്സ് ആകുമ്പോഴത്തേക്കും ബേബിക്ക് 14 ഇഞ്ചും 1 കിലോ വരെയും വെയിറ്റും ആകുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാവും വെയിറ്റൊക്കെ വെക്കുന്ന ഈ ഒരു ടൈമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കിവിടെ തന്നെ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഈ ടൈമിൽ ബേബിക്ക് കുറേ ചേഞ്ചസ്, കാരണം അവയവങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ഗ്രോ ചെയ്യുന്നൊരു ടൈമാണ്. അതെല്ലാം കഴിഞ്ഞ് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബേബിക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു ടൈമാണ്. ഈ 20 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ബേബിയുടെ ഫുൾ ബോഡി പാർട്സ് ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കും. കൈ, കാല്, അവയവങ്ങൾ, വിരൽ, കാര്യങ്ങൾ ഒക്കെ ഡെവലപ്പായി ആ ബേബി ആ സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും ബേബിയുടെ ഓരോരോ, അതായത് 20ാമത്തെ വീക്സിലെ സ്കാനിങ്ങിൽ ബേബിയുടെ ഓരോരോ അവയവങ്ങളെ നമുക്ക് ഫേസ് ആണെങ്കിലും കാലാണെങ്കിലും കൈയാണെങ്കിലും ഇപ്പം ഇൻറ്റേർണൽ ഓർഗൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് വിശദമായി സ്കാനിങ്ങിൽ അറിയാൻ പറ്റും. ഈ 20ാമത്തെ, അതായത് നമ്മുടെ 5ാം മാസത്തെ സ്കാനിങ്ങിൽ. സോ അത് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് വരുന്നത്. സോ സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് ബേബിക്ക് ഇത്രയും ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഒരു 18 വീക്സ് തൊട്ടിട്ട് ബേബിക്ക് നമുക്ക് കേൾവി കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അതായത് ഈ 18ാമത്തെ വീക്സ് തൊട്ടിട്ട് നമ്മുടെ ബേബി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനും, അതിന് നമ്മൾ പറയത്തില്ലേ, നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അത് കുഞ്ഞിന് കേൾക്കാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ചിലർ പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത് കാണത്തില്ലയോ, അത് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും ബേബിക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഇപ്പം അമ്മ കേൾക്കുന്ന കാര്യങ്ങൾ ബേബിക്ക് ഒരു 18 തൊട്ടിട്ടുള്ള ആഴ്ചകളിൽ ബേബി അത് കേൾക്കാൻ തുടങ്ങും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20ാമത്തെ, അതായത് പിന്നെയുള്ള സംശയമാണ് ബേബിയുടെ അനക്കം നമ്മൾ അറിയുന്നത്. ഒരു 18 തൊട്ടിട്ട് 20 ആഴ്ച വരെയും നമുക്ക് ബേബിയുടെ അനക്കവും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ തുടങ്ങും. അതായത് ബേബി നമുക്ക് ചെറിയ ചെറിയ ചിത്രശലഭമൊക്കെ, നമ്മുടെ ആദ്യമൊക്കെ അങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ചിത്രശലഭമൊക്കെ നമ്മുടെ വയറ്റിലുണ്ടെന്നൊരു ഫീൽ വരും. പിന്നെ ബേബിയുടെ ചവിട്ടും കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് വരും. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18ാമത്തെ ആഴ്ചയിലായിരിക്കും നമ്മൾ ഈ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത്. നമ്മൾക്ക് ഈ അനക്കവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിലായിരിക്കും ഈ കേൾവി, അതുപോലെ തന്നെ അനക്കം കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബേബിക്ക് ഡേയും നൈറ്റും ഒക്കെ, അതായത് കണ്ണിന് കാഴ്ച കിട്ടാൻ തുടങ്ങും. നമുക്ക് ഡേയും നൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേബിക്ക് ഉള്ളിൽ വെച്ചിട്ട് തന്നെ അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. ഒരു 16 വീക്സ് തൊട്ടൊക്കെ ആ കാഴ്ച വന്നു തുടങ്ങും ബേബിക്ക്. ഒരു 23 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ നൈറ്റും ഡേ ആൻഡ് നൈറ്റൊക്കെ ശരിക്കും ബേബിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ടൈമാവും. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് അനോമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ഫ്ലൂയിഡിനുള്ളിലായിരിക്കും ബേബി കിടക്കുന്നത്. സോ ഈ ബേബി ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്ലൂയിഡ് തന്നെ, അതായത് നമ്മുടെ ബേബിയുടെ യൂറിൻ കൊണ്ടുണ്ടാകുന്നൊരു ഫ്ലൂയിഡാണ്, യൂറിനും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡ് തന്നെ ബേബി കുടിക്കാനൊക്കെ തുടങ്ങും. അതായത് ബേബി ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഈ ഇടിയും തൊഴിയൊക്കെ തുടങ്ങുന്ന ഒരു ടൈമല്ലേ അത്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ പരിപാടീസ് ഉള്ളിൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. സോ അങ്ങനത്തെ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ട്രൈമസ്റ്ററിലാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ബേബി ഇതെല്ലാം ലിസൺ ചെയ്യാനൊക്കെ തുടങ്ങുക, കാഴ്ച അല്ലെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊക്കെ പുള്ളി മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു ടൈമാണിത്. സോ നിങ്ങൾ ഒരു കാര്യം ഈ ഒരു ട്രൈമസ്റ്ററിൽ നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയാറുള്ളതാണ്, ആവശ്യമില്ലാതെ അമ്മ വിഷമിക്കരുത്, നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ മാനസികമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എപ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കഴിവതും നമ്മളതൊക്കെ കൺട്രോൾ ചെയ്യുക. കാരണം ഈ ഒരു ട്രൈമസ്റ്റർ തൊട്ടിട്ട് നിങ്ങളിലുണ്ടാകുന്ന ചെറിയ
ചെറിയ നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണെങ്കിൽ അത് നിങ്ങളുടെ കുട്ടീനെയും ബാധിക്കും. കാരണം ആൾ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. സോ ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും നിങ്ങൾക്ക് ഫാമിലി പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് പ്രഗ്നൻസിയുടെ ഈ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു, എൻജോയ് ചെയ്യാനുള്ളൊരു ടൈമാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ഓർക്കുക. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഈ ഒരു 10 മാസം നിങ്ങൾ മാറ്റി വയ്ക്കുക. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേറൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവത്തില്ലെന്ന്. ഇവരനക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു രസമല്ലേ, നമ്മൾ അതിൻ്റെയൊക്കെ പുറകിനങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മറന്നോളും. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അമ്മ ശ്രദ്ധിക്കണം. കുഞ്ഞിന് എന്തൊക്കെയാണ് വളർച്ച ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞ് ശ്രദ്ധിക്കുന്നത്, കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ അമ്മ ഫുഡ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഫുഡൊക്കെ ഈ മാസം നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റൂലേ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കാൽസ്യം ഡോക്ടറോട് പറഞ്ഞ് മരുന്നുകളും കാര്യങ്ങളൊക്കെ മേടിക്കുക. അതനുസരിച്ച് നമ്മൾ കഴിക്കണം. പിന്നെ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് പല്ലിന് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പല്ലിന് എന്തെങ്കിലും കേട് വരികയോ അല്ലെങ്കിൽ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ നേരത്തെ തന്നെ ചെന്ന് ഡോക്ടറെ കാണണം കേട്ടോ. നമുക്ക് ആരോഗ്യപരമായിട്ട് എന്ത് പ്രശ്നവും നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ തോന്നുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാൽ അത് നമ്മുടെ കുട്ടീനെ ഒരിക്കലും ബാധിക്കില്ല എന്ന് നമ്മൾ ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. അത് എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ അമ്മമാരും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് നോർമൽ അല്ലാന്ന് തോന്നുന്ന എന്തൊരു കുഞ്ഞു കാര്യത്തിനാണ്. ചിലപ്പോൾ നമ്മുടെ പേടി കൊണ്ട് തോന്നുന്ന ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഡോക്ടേഴ്സ് അല്ലല്ലോ, നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. കാരണം എന്തൊരു കുഞ്ഞു തോന്നിയാലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ഡോക്ടറെ കണ്ട്, ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതെൻ്റെ ബേബിക്ക് കുഴപ്പമില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കണം. അത് ഞാൻ ചോദിക്കുമ്പോൾ ഡോക്ടർ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മുടെ ബേബിയാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറയാതെ അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ അതിലൊന്നും വിചാരിക്കാതെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് മെഡിസിൻസ് വാങ്ങി കഴിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്കും നമ്മുടെ കുഞ്ഞിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും സംശയം, ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ തന്നെ കെട്ടിക്കൊണ്ട് വരണം. സോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങളെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.